ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. ഇങ്ങനെയാണ് ബൈബിൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അതുവരെ മഹത്വപൂർണനായ ദൈവത്തെക്കുറിച്ച് മാത്രമേ മനുഷ്യർക്ക് കേട്ടറിവുണ്ടായിരുന്നുള്ളൂ. ഇനി അവൻ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരിൽ ഒരുവനായി. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലിൻ തന്നിൽ വന്നു, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലിൻ തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. ഉണ്ണിയേശുവിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ ആഗമന കാലത്ത് തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. നിത്യേന നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു പോയേക്കാവുന്ന ഒരു വീഴ്ചയെക്കുറിച്ച് തന്നെയാണ് സുവിശേഷം ഇവിടെ പ്രതിപാദിക്കുന്നത്. യോഹന്നാന്റെയും യേശുവിന്റെയും ജീവിതശൈലികളോട് നിഷേധാത്മക പ്രതികരണമാണ് ജനം നടത്തുക. ഏതു മാർഗം മുന്നോട്ട് വെച്ചാലും വിമുഖത കാണിക്കുന്ന സ്വഭാവക്കാർ ഇക്കാലവും ഉണ്ടായിരുന്നു. ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്നുള്ള യേശുവിന്റെ ചോദ്യം ഈ കാലത്തും പ്രസക്തി ആർജിച്ചതാണ്. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നപ്പോൾ അവന് പിശാച് ബാധയാണെന്ന് പറഞ്ഞ ജനം തന്നെയാണ് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി മനുഷ്യനായ ഈശോ വന്നപ്പോഴും അംഗീകരിക്കാനാവാതെ വീഞ്ഞുകുടിയനും ഭോജനപ്രിയനും എന്നൊക്കെയുള്ള വിശേഷണം ചാർത്തുന്നത്. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണും, എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്നാപകന്റെയും മനുഷ്യനായ യേശുവിന്റെയും ആന്തരികതയെയോ ആത്മീയതയെയോ മനസ്സിലാക്കാനും കാണാനും പോകുന്ന ജ്ഞാനം അവർക്കില്ലായിരുന്നു. ജ്ഞാനം പ്രവൃത്തികളിലൂടെ പ്രകടമാകേണ്ടിയിരിക്കുന്നു. ദൈവിക ജ്ഞാനത്തോടെ എല്ലാം നന്മയുടെ കണ്ണുകളിലൂടെ നമുക്ക് ദർശിക്കാം. അന്യരുടെ കുറവുകളിലേക്കോ നിറവുകളിലേക്കോ കണ്ണുടക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ മനോഹരങ്ങളാക്കാം. ആദരനാകുന്ന യേശുവിനെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും പകർത്താം. സകലത്തിലും നന്മ കണ്ടതുകൊണ്ട് തന്നെയല്ലേ, നമുക്കത് കാണിച്ചു തരുവാൻ വേണ്ടി തന്നെയല്ലേ മനുഷ്യദൃഷ്ടിയും നികൃഷ്ടമായ നിസ്സാരമായ പുൽത്തഴത്തിൽ ജനിക്കാനും അവിടുന്ന് തിരുമനസ്സായത്. ഉള്ളിൽ ജ്ഞാനത്തിന്റെ വെളിച്ചം പേറുന്നവർക്ക് ചുറ്റും സകലവും സുന്ദരവും പ്രകാശവുമായിരിക്കും. ദൈവിക ജ്ഞാനത്താൽ സമ്പന്നമായ നന്മ നിറഞ്ഞൊരു ഹൃദയം എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നു. അവിടെ ഇടമെടുക്കാൻ നീ തയ്യാറായി. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Christmas, we wish you a Merry Christmas. We wish you a Merry Christmas.